അഡ്വക്കേറ്റ് സി പത്മനാഭൻ, നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണയായി നടത്തുകയും 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാക്കുകയും ചെയ്യുന്ന ആശയമാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. 18ഓളം ഭരണഘടനാ ഭേദഗതികൾ പുതിയ പരിഷ്കാരത്തിന് അത്യന്താപേക്ഷിതമാണ്. ലോക്സഭയുടെ കാലാവധി നിശ്ചയിക്കുന്ന ഭരണഘടന അനുച്ഛേദം 83-ൻ്റെയും നിയമസഭകളുടെ കാലാവധി പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 172-ഉം ഭേദഗതി ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഭരണഘടനാ ഭേദഗതിക്കായുള്ള വിജ്ഞാപനം രാഷ്ട്രപതി പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശവും കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നു. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി നടത്താൻ സംസ്ഥാന നിയമസഭയുടെ അംഗീകാരം ആവശ്യമില്ല. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഒറ്റത്തവണ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടപ്പാക്കുന്നതിന് പകുതിയോളം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പിനുണ്ടാകുന്ന വൻതോതിലുള്ള ചെലവ് നിയന്ത്രിക്കുക എന്നത് തന്നെയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റ് എന്തൊക്കെ ഉദ്ദേശങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കാരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്? അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മുടെ നാട്ടിൽ എല്ലാ സമയത്തും തെരഞ്ഞെടുപ്പാണ്, എല്ലാ വർഷവും തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 2020 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ്, 2021 കേരളം, ബംഗാൾ, തമിഴ്നാട്, അങ്ങനെ ആസാം, കുറേ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ്. 2022 വന്നപ്പോൾ ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ, ഹിമാചൽ പ്രദേശിലും ഒക്കെ തെരഞ്ഞെടുപ്പ്. 23 വന്നപ്പോൾ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലുങ്കാന തെരഞ്ഞെടുപ്പ്. 24 വന്നപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കൂടെ ചില അസംബ്ലികളിലും തെരഞ്ഞെടുപ്പ്. ഇനി 25 ആയാലോ? 25 ആയാൽ ഡൽഹിയിൽ ഇലക്ഷൻ വരും, ബീഹാറിൽ ഇലക്ഷൻ വരും, ഇങ്ങനെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചില സ്ഥലത്ത് ഇലക്ഷൻ വരും. ഇപ്പോൾ നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 3 മാസം മുന്നേ 4 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ. ഇപ്പോൾ അത് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 24 ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ. നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പാണ് എല്ലാ വർഷവും നടക്കുന്നത്. ഈ എല്ലാ വർഷവും എല്ലാ സമയത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണ്? സർക്കാരിന് നയപരമായ തീരുമാനം എടുക്കാൻ പറ്റില്ല, കാരണം ചട്ടങ്ങൾ എതിരാവും. സർക്കാരിന് വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, ചട്ടങ്ങൾ എതിരാവും. ഇതുമൂലം സാധാരണക്കാരനുണ്ടാവുന്ന ബുദ്ധിമുട്ട്. പിന്നെ ചെലവ്. 6 പൈസയാണ് ഒരു വോട്ടർക്ക് 1951 തെരഞ്ഞെടുപ്പിൽ ചെലവായത്. 6 പൈസ. ഇന്ന് ഒരു വോട്ടർക്ക് ചെലവാകുന്നത് 46 രൂപയാണ്. 46 രൂപയാണ് ഒരു വോട്ടർക്ക് ചെലവാകുന്നത്. എത്ര കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് നമുക്ക് വരുന്നത്? ഒന്നത്. 2, നമ്മൾ 70 വർഷമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രാജ്യമാണ്. 70 വർഷമായി നമ്മുടെ ഭരണഘടനയ്ക്ക് കീഴിൽ തെരഞ്ഞെടുപ്പുകളെ നേരിടുന്ന 74 വർഷമായി. നമ്മളേത് ഒരു പക്വമായ ഡെമോക്രസിയാണ്, പക്വമായ ജനാധിപത്യമാണ്, മെച്യൂർ ഡെമോക്രസിയാണ്. ലോക്സഭയിലേക്ക് എങ്ങനെ വോട്ട് ചെയ്യണം, നിയമസഭയിലേക്ക് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് നമ്മുടെ വോട്ടർമാർക്ക് അറിയാം. ഞാൻ ഉദാഹരണം പറയാം. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ 2018 നവംബർ BJP 3 സ്ഥലത്തും തോറ്റു. എന്നാൽ 2019 ഏപ്രിൽ ആയപ്പോൾ അവിടുത്തെ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്തു. കേരളം 2019 UDFന് 19 സീറ്റ്, 2021 LDF വീണ്ടും അധികാരത്തിൽ വരുന്നു, വർദ്ധിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ട്. ഡൽഹി 2019 BJPക്ക് 7 സീറ്റ്, 2020 അവിടെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, അവർക്ക് വൻ ഭൂരിപക്ഷം കിട്ടുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം. ലോക്സഭയിലേക്ക് ആര് പോകണം, നിയമസഭയിലേക്ക് ആര് പോകണം, പഞ്ചായത്തിലേക്ക് ആര് പോകണം, ഏത് പാർട്ടി പഞ്ചായത്ത് ഭരിച്ചാൽ നന്നാവും, ഏത് പാർട്ടി കേന്ദ്രം ഭരിച്ചാൽ നന്നാവും, ഏത് പാർട്ടി സംസ്ഥാനം ഭരിച്ചാൽ നന്നാവും, അവർക്കറിയാം. അപ്പം നമുക്ക് ചെലവ് നിയന്ത്രിക്കണം. പിന്നെ ഇത് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പണ്ട് നമ്മുടെ പട്ടാളത്തിനും CRPF
1950കളിലോ 60കളിലോ ഒന്നും തെരഞ്ഞെടുപ്പിൽ വലിയ റോളൊന്നുമില്ല, അവർ ബാരാക്സിനകത്തായിരിക്കും. പക്ഷേ ഇന്ന് സെക്യൂരിറ്റി ഫോഴ്സസ് മുഴുവൻ ഓൺ ദി മൂവാണ്. ഒരു സ്ഥലത്ത് നിന്നോ യാത്ര ആരംഭിച്ച് അവരെല്ലാ സംസ്ഥാനങ്ങളിലും പോയി സുരക്ഷ ഒരുക്കണം. കാരണം രാജ്യത്ത് തീവ്രവാദി അക്രമങ്ങളുടെ പശ്ചാത്തലം, മറ്റു പല പ്രശ്നങ്ങളും, നമ്മുടെ രാജ്യം ഒരുപാട് എന്താ പറയുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ട് സുരക്ഷാ സേനയുടെ നീക്കം ഒരു വലിയ വിഷയമാണ്. ഇങ്ങനെ ഒരു വലിയ എക്സസൈസാണ്. എലക്ഷൻ എന്ന് പറഞ്ഞാൽ പഴയ പോലെ 50കളിലെ 60കളിലെ പോലെയല്ല. ഇത് ഒരു രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ഒരുപാട് പൈസ ചെലവാക്കി, ഒരുപാട് മനുഷ്യ എന്താ പറയുക അധ്വാനം വേണ്ടി വരുന്ന ഒരു പരിപാടി, സാമ്പത്തികമായും വലിയ ബാധ്യത. ഇനി ഞാൻ വേറൊന്ന് പറയാം. അന്യ സംസ്ഥാന തൊഴിലാളികൾ, ഇപ്പോൾ ബംഗാൾ, ജാർഖണ്ഡ് ഇങ്ങനെ സംസ്ഥാനങ്ങൾ, ഒറീസ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾ രാജ്യം മുഴുവൻ ജോലി ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ജാർഖണ്ഡിൽ ഇലക്ഷനാണ്. കഴിഞ്ഞ ഏപ്രിലിൽ ഈ അന്യസംസ്ഥാന ജാർഖണ്ഡിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ ബോംബെയിലും ഡൽഹിയിലും കേരളത്തിലൊക്കെ ജോലിക്ക് വന്നവൻ പോയി വോട്ട് ചെയ്ത് വന്നതാണ്. ഇനി അവൻ രണ്ടാമതും പോകണം. അവൻ്റെ ഒരു വർഷത്തെ സമ്പാദ്യം അതോടുകൂടി തീരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അടിക്കടിക്ക് വരുന്ന ഇലക്ഷൻ. അപ്പം അതുകൊണ്ട് ഒരു പക്വമായ ജനാധിപത്യത്തിൽ നമ്മൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമായി ചെലവ് ചുരുക്കി ഭംഗിയായി ചെയ്യാൻ സാധിക്കണം. അപ്പം അതുകൊണ്ടാണ്, ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമോ പ്രത്യേകിച്ച് ദോഷം ഉണ്ടാവാൻ പോകുന്നില്ല. ഗുണം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും ദോഷം ഉണ്ടാവും. പക്ഷെ ഒന്നുറപ്പാണ്, രാജ്യത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കുറയും, രാജ്യത്തിൻ്റെ ഖജനാവിന് ക്ഷീണം കുറയും. അപ്പം അതുകൊണ്ട് ഒരു എന്താ പറയുക ഡിസിപ്ലിൻഡ് ഡെമോക്രസി എന്ന നിലയിൽ, സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നവരെന്ന നിലയിൽ, ദൂർത്തും അനാവശ്യ ചെലവ് ഒഴിവാക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ അച്ചടക്കത്തോടു കൂടി കുറച്ചുകൂടി ഡിസിപ്ലിനായി പല വിദേശ രാജ്യത്തും നടക്കുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് വോട്ട് ചെയ്യാം, ഒരുമിച്ച് ഇലക്ഷൻ നടത്താം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്ക്, ഇപ്പോൾ പഴയ പോലെ ഹങ് അസംബ്ലികളുണ്ട് എവിടെയെങ്കിലും? എവിടെയില്ല ഹങ് അസംബ്ലി. എന്തുകൊണ്ടാണ്? ജനങ്ങൾ പക്വമതികളായി കഴിഞ്ഞു, മെച്ചുവറായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഹങ് അസംബ്ലി ഉണ്ടാവാത്തത്. ഹങ് അസംബ്ലി ഉണ്ടാവുമെന്ന് പറഞ്ഞ സ്ഥലത്ത് പോലും ഹങ് അസംബ്ലി ഉണ്ടാവുന്നില്ല. കൃത്യമായ മാൻഡേറ്റ് കൊടുക്കുന്നുണ്ട് ജനങ്ങൾ. അപ്പം അതുകൊണ്ട് ഇടക്കാല തെരഞ്ഞെടുപ്പുകളൊന്നും ഇപ്പം ഇല്ല. പഴയ പോലെ പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. ഇപ്പം അതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കൃത്യമായി ചെലവ് ചുരുക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മുടെ സുരക്ഷാ സേനയുടെ എന്താ പറയുക ബാധ്യതകളും ഭാരവും കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് തെരഞ്ഞെടുപ്പിനെ നടത്താം. അതുകൊണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ജനങ്ങൾക്ക് ഗുണമേ ഉള്ളൂ, അന്തിമമായി ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഗുണമേ ഉള്ളൂ.